ഹലോ ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് തന്നെ ഓഫീസുകളിലോ മറ്റോ പോകാതെ നമുക്ക് തന്നെ എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അതായത് ആദ്യമായി ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിച്ചവർക്കും ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാലാവധി കഴിഞ്ഞ് പുതുക്കാൻ കൊടുത്തവർക്ക് അത് ശരിയായതിനു ശേഷം RTOയിൽ നിന്നും ഡ്രൈവിംഗ് ലൈസൻസ് അപ്രൂവ് ആയെന്നും പറഞ്ഞൊരു മെസ്സേജ് വരും. അങ്ങനെയുള്ളവർക്ക് ഇത് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. അതിനായി ആദ്യം നമ്മൾ ഗൂഗിളിൽ sarathi.parivahan.gov.in എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. അതിനുശേഷം വരുന്ന വിൻഡോയിൽ നിന്നും താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന വിൻഡോയിൽ ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എന്നുള്ള ഓപ്ഷന് തൊട്ട് താഴെയായി കാണുന്ന ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ലേണേഴ്സ് ലൈസൻസ് എന്നുള്ള ഓപ്ഷൻ്റെ തൊട്ട് താഴെയുള്ള ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന വിൻഡോ ക്ലോസ് ചെയ്ത് കളയുക. അതിനുശേഷം സ്റ്റേറ്റ് നെയിം എന്നുള്ളിടത്ത് കേരള സെലക്ട് ചെയ്യുക. അതിനുശേഷം വരുന്ന ഒരു നീല വിൻഡോ ക്ലോസ് ചെയ്ത് കളയുക. അതിനുശേഷം ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ള മെനുവിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിന് താഴെ പ്രിൻ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതായത് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി അപേക്ഷിച്ചപ്പോഴുള്ളതോ അല്ലെങ്കിൽ പുതുക്കാൻ വേണ്ടി കൊടുത്തപ്പോഴുള്ളതോ ആയ ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകുക. പിന്നീട് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തും ടൈപ്പ് ചെയ്ത് നൽകുക. എന്നിട്ട് താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന വിൻഡോയിൽ PVC കാർഡ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. പിന്നീട് നമ്മുടെ ഫോണിലേക്ക് വരുന്ന OTP താഴെ കാണുന്ന ബോക്സിൽ ടൈപ്പ് ചെയ്ത് നൽകുക. OTP ടൈപ്പ് ചെയ്തതിന് ശേഷം DL പ്രിൻ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഡൗൺലോഡായി വരും. നമുക്ക് പ്രിൻ്റ് എടുത്തോ ലാമിനേഷൻ ചെയ്തോ ഉപയോഗിക്കാം.